വെൽക്കം ടു ഫ്യൂച്ചർ ബീറ്റ്സ്. ഇന്നത്തെ വീഡിയോയിൽ റിയാക്റ്റ് ആംഗുലർ എന്ന് പറയുന്ന രണ്ട് ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ്, അത് നിങ്ങൾ കാണുന്ന ഭാഗം നമ്മൾ HTML സൈസ് ബിൽഡ് ചെയ്യുന്ന പോലെ ഡൈനാമിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ അകത്ത് റിയാക്റ്റ് ആംഗുലർ പോലത്തെ ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്ക് വെച്ചാണ് നമ്മൾ ആ ഫ്രണ്ട് എൻഡ് ബിൽഡ് ചെയ്യുന്നത്. പലപ്പോഴും വഴിയുള്ള കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ റിയാക്റ്റ് ആണോ ഫ്രണ്ട് എൻഡ് പഠിക്കാനുള്ള, ആംഗുലർ ആണോ പഠിക്കാനുള്ള, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഏതിനാണ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റി, ഏതിനാണ് മോർ സാലറി. അപ്പോൾ ആ ഡൗട്ട് എല്ലാം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതാണ്. റിയാക്റ്റ് ബേസിക്കലി ബിൽഡ് ചെയ്തത് ഫേസ്ബുക്കാണ്. ആംഗുലർ ബിൽഡ് ചെയ്തേക്കുന്നത് ഗൂഗിളാണ്. ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോംസ് എല്ലാം റിയാക്റ്റിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. ആംഗുലർ ഉപയോഗിച്ചാണ് ഗൂഗിൾ യൂട്യൂബിൻ്റെ TV, അതുപോലെ തന്നെ യൂട്യൂബ് TVയുടെ ഉണ്ടല്ലോ അത്, പിന്നെ ഗൂഗിളിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോംസൊക്കെ ഏകദേശം ബിൽഡ് ചെയ്തേക്കണം എല്ലാം ആംഗുലറിൻ്റെ അകത്താണ്. അപ്പോൾ ആ ഗൂഗിളിൻ്റെ ഒരു എംപ്ലോയി ഏറ്റവും കൂടുതൽ ഫ്രണ്ട് എൻഡ് ഉപയോഗിക്കുന്നത് ആംഗുലറാണ്. ഇനി ഇതിൻ്റെ അകത്ത് ലാംഗ്വേജ് വരുന്നതിലാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ജാവാസ്ക്രിപ്റ്റ് അറിയാം. ഇപ്പോൾ ഏകദേശമുള്ള എല്ലാ ഒരു വെബ് ഡെവലപ്പേഴ്സിനും ജാവാസ്ക്രിപ്റ്റ് അറിയാം. പക്ഷേ ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്ത് തന്നെ ജാവാസ്ക്രിപ്റ്റിന് ഒപ്റ്റിമൈസ് ചെയ്ത് ബിൽഡ് ചെയ്തൊരു സാധനം ടൈപ്പ് സ്ക്രിപ്റ്റ്, അതായത് ടൈപ്പ് പ്രോപ്പറായിട്ട് സ്പെസിഫൈ ചെയ്ത് കോഡ് എഴുതുന്നതാണ് ടൈപ്പ് സ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റിയാക്റ്റിൻ്റെ അകത്ത് നമ്മൾ ജാവാസ്ക്രിപ്റ്റിലാണ് കോഡ് എഴുതുന്നത്. റിയാക്റ്റിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ഉപയോഗിക്കാം, രണ്ടും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ആംഗുലറിൻ്റെ അകത്ത് നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കോഡ് എഴുതത്തുള്ളൂ. അപ്പം നിങ്ങൾ ജാവാസ്ക്രിപ്റ്റും പഠിക്കണം, അത് കഴിഞ്ഞ് ടൈപ്പ് സ്ക്രിപ്റ്റും കൂടെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ആംഗുലർ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഈ ലേണിംഗ് കർവ് എന്നൊരു കാര്യം, നമ്മളൊരു കാര്യം പഠിക്കാൻ എളുപ്പവും അതിൻ്റെ പാഠം പറയുന്നതാണ്. റിയാക്റ്റ് ഭയങ്കര എളുപ്പമാണ്. റിയാക്റ്റിന് ഒരുപാട് ഡെവലപ്പേഴ്സും അവൈലബിൾ ആണ്. റിയാക്റ്റ് പഠിക്കാനും ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ആംഗുലർ റിയാക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും ഭയങ്കര പാടല്ല, പക്ഷെ കുറച്ചും കൂടെ ആംഗുലർ ഇത്തിരി പാടാണ്. അത് പിന്നെ ഓരോ ഡെവലപ്പേഴ്സിനും ആ ഒരു ഗ്രാസ്പിംഗ് പവറിനനുസരിച്ച് അത് മാറുന്നതാണ്. എന്നാലും റിയാക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ആംഗുലർ പഠിക്കുന്നത് ഒത്തിരി പാടാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം എക്കോ സിസ്റ്റം. ഒരുപാടധികം ഇപ്പം നിങ്ങൾക്കറിയാം, ഒരുപാടധികം ഡെവലപ്പേഴ്സ്, ഒരുപാടധികം കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആംഗുലർ അങ്ങനെ വലിയ രീതിയിൽ ഒരുപാട് കമ്പനീസ്, പുതിയ സ്റ്റാർട്ടപ്പ്, പുതിയ ബിസിനസ്സുകളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. ഏറ്റവും വലിയ എക്കോ സിസ്റ്റം എന്താണ്, റിയാക്റ്റ് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ റിയാക്റ്റിൻ്റെ അകത്ത് വരുന്ന കാര്യം, റിയാക്റ്റിൻ്റെ അകത്ത് നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യണം, റൗട്ടിങ്ങിനും സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ റൗട്ടിങ്ങിനാണ് റിയാക്ട് റൗട്ടർ ഡോം, അതുപോലെ തന്നെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റിന് റിഡക്സ്, സസ്റ്റാനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, റിയാക്റ്റിൻ്റെ അകത്ത് നമുക്ക് ടൂൾസ് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആംഗുലറിൻ്റെ അകത്ത് ഇതെല്ലാം ഫുള്ളി സ്ട്രക്ചേർഡ് ആണ്. അത് വെച്ച് അതിൻ്റെ അകത്ത് എല്ലാം റൗട്ടിങ്ങിന് ആംഗുലർ റൗട്ടിങ്ങിൻ്റെ കാര്യമുണ്ട്, നമ്മൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റിന് ആംഗുലറിൻ്റെ അകത്ത് എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ആ റിയാക്ട് നമ്മൾ ഈ ഒരു ചെറിയ വ്യത്യാസമാണ്. അപ്പം അത് ഈ റിയാക്റ്റിൻ്റെ ഈ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് Next.js വന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലം ഇത് സോൾവ് ചെയ്യുന്നുണ്ട്. ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം വരുന്ന സമയത്ത് റിയാക്റ്റിന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഭയങ്കര ഹൈ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നിങ്ങൾ ഒരു ആംഗുലർ പഠിച്ച ഒരു വ്യക്തിനേക്കാളും ഓപ്പർച്യൂണിറ്റിയാണ് റിയാക്റ്റ് പഠിച്ച ഒരാൾക്ക്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട് എൻഡ് ജോബ് നോക്കിയാൽ മോസ്റ്റ് ഇപ്പോൾ വരുന്നതെല്ലാം റിയാക്റ്റ് ഡെവലപ്പറാണ്. ആംഗുലർ ഡെവലപ്പേഴ്സ് വളരെ കുറവാണ്. അതിൻ്റെ കാര്യം തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്. നല്ല സ്റ്റാർട്ടപ്പ്സും ബിഗ് ടെക് കമ്പനീസ് നോർമൽ എല്ലാ വരുന്ന പ്രൊജക്റ്റും റിയാക്റ്റിലാണ് ചെയ്യുന്നത്. അപ്പം വലിയ ലാർജ് സ്കെയിൽ കോർപ്പറേഷൻസ്, ഗവൺമെൻറ്റിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് തുടങ്ങിയവയാണ് ഇന്ന് ആംഗുലറിൽ ബിൽഡ് ചെയ്യുന്നുള്ളൂ. അതുപോലത്തെ ഒരു സ്പെസിഫിക് സെക്ടറിലോട്ട് മാത്രമാണ് നിലവിലിപ്പോൾ ആംഗുലർ പോപ്പുലറായിട്ട് നിൽക്കുന്നത്. പിന്നെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി വരുമ്പം റിയാക്റ്റിനാണ് ഫ്യൂച്ചർ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളത് റിയാക്റ്റ് പഠിക്കുന്നവർക്കാണ്. കാരണം ഞാൻ Next.js വന്ന് ഒരുപാട് SEOയുടെ പ്രോബ്ലം, റിയാക്റ്റിൻ്റെ അകത്ത് SEO പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് സോൾവ് ചെയ്തുകൊണ്ട് Next.js വന്ന്, റൗട്ടിങ്ങിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ട് Next.js വന്ന്, അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റിന് റിയാക്ട് നേറ്റീവ് ഉണ്ട്. പക്ഷേ ആംഗുലർ സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ലാർജ് സ്കെയിൽ ബിസിനസ്സുകൾ മാത്രം, അതായത് വലിയ കോർപ്പറേഷൻസ്, ഗവൺമെൻറ് ആപ്ലിക്കേഷൻസ് തുടങ്ങിയവയ്ക്ക് മാത്രമാണ് ഇന്ന് ആംഗുലർ ഉപയോഗിക്കുന്ന. പേഴ്സണൽ എൻ്റെ ഒപ്പീനിയൻ ഇത് പറയാനുള്ളത്, നിങ്ങൾ റിയാക്റ്റ് ആണ് പഠിക്കാനുള്ളത്. റിയാക്റ്റ് പഠിച്ചാൽ അത് നല്ല രീതിയിൽ മാസ്റ്റർ ചെയ്ത് ഡെവലപ്പ് ആവുക. അപ്പം നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസും കാര്യം ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആംഗുലറിൻ്റെ ആവശ്യം വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്ന അപ്പോൾ പഠിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആംഗുലർ പഠിക്കണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു ഡിഫറൻസ്. പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നല്ല വലിയൊരു ഡിഫറൻസ് ഇതുണ്ടാക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.